Hello everyone, welcome to Omni Roots. കോഡിംഗ്, റോബോട്ടിക്സ്, AI ഇവയാണ് ഇന്നത്തെ കുട്ടികളുടെ ഫ്യൂച്ചർ ടൂൾസ്. പക്ഷേ ഈ ടൂൾസ് ശരിക്കും മനസ്സിലാക്കാൻ കുട്ടികൾക്ക് ആദ്യം വേണ്ടത് ക്യൂരിയോസിറ്റി, ലോജിക്, പ്രോബ്ലം സോൾവിങ് ആൻഡ് എൻജിനീയറിംഗ് തിങ്കിങ് ആണ്. സോ ഈ ഫൗണ്ടേഷൻ കുട്ടികളിൽ എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ നമ്മളോടൊപ്പമുണ്ട് ഡോക്ടർ ശ്രീകാന്ത് മാധവൻ, ഫൗണ്ടർ ആൻഡ് CEO Omni Roots. സോ വെൽക്കം ശ്രീകാന്ത്. ഓക്കെ, ശ്രീകാന്ത്, ഇന്ന് എട്ടെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഓർമ്മ വരുന്നത് കോഡിംഗ് ക്ലാസ് അല്ലെങ്കിൽ റോബോട്ടിക്സ് കിറ്റ്, AI വർക്ക്ഷോപ്പ്, STEM ആക്ടിവിറ്റി ഇതൊക്കെയാണ്. സോ പക്ഷേ ഒമിനി റൂട്ട്സ് ഇതിൽ നിന്ന് എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ആവുന്നത്? ലിബിൻ, ഒമിനി റൂട്ട്സ് ഒരു കൺവെൻഷണൽ എട്ടെക് പ്രോഗ്രാം അല്ല. ഞങ്ങൾ കുട്ടികളെ റോബോട്ട് അസംബിൾ ചെയ്യാൻ പഠിപ്പിക്കുന്നുമില്ല. റോബോട്ട് ഡിസൈൻ ചെയ്ത എഞ്ചിനീയേഴ്സ് എങ്ങനെ ചിന്തിച്ചു, അല്ലെങ്കിൽ ഒരു റിയൽ ക്രിയേറ്റിവിറ്റി വേണ്ട, റിയൽ പ്രൊഡക്റ്റ് തിങ്കിങ് വേണ്ട ഒരാൾ എങ്ങനെയാണ് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത്, ഒരു എൻ്റർപ്രണർ ആ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയത്, ആ തോട്ട് പ്രോസസ്സ് കുട്ടികൾക്ക് നൽകാൻ മാത്രമാണ് നമ്മൾ ശ്രമിക്കുന്നത്. കോഡിങ്, റോബോട്ടിക്സ്, AI ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ചിലത് കീവേഡുകൾ മാത്രമായിട്ടാണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ വാക്കുകളെല്ലാം അല്ലെങ്കിൽ ഇവരുടെ പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് പലതും ഒരു ടൂൾ മാത്രമാണ്. ആ ടൂൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് കുട്ടിക്ക് വേണ്ടത് സിസ്റ്റമിക് തിങ്കിങ് ആണ്. അതാണ് ഒമിനി റൂട്ട്സ് കുട്ടികളിൽ ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. കുട്ടികളിൽ ആ എഞ്ചിനീയറിംഗ് ഒരു തിങ്കിങ് ആർക്കിടെക്ചർ ബിൽഡ് ചെയ്യാനുള്ളൊരു സ്ട്രക്ചേർഡ് കരിക്കുലമാണ് ആക്ച്വലി ഒമിനി റൂട്ട്സ്. എഞ്ചിനീയറിംഗ് തിങ്കിങ് ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ അത് സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? എന്താണ് എഞ്ചിനീയറിംഗ് തിങ്കിങ് ആർക്കിടെക്ചർ എന്നുള്ളത്? തീർച്ചയായും നമുക്ക് വളരെ ഈസി ആയിട്ടൊരു എക്സാമ്പിൾ തന്നെ എടുക്കാം. ഒരു ക്ലാസ് റൂം എക്സാമ്പിൾ തന്നെ എടുക്കാം. സ്റ്റുഡൻസ് ക്ലാസ് റൂമിൽ ഇരിക്കുന്നു. നല്ല ഉച്ചയാകുമ്പോഴേക്കും ഭയങ്കര ചൂടായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റായി. ഫാൻ ഇടാൻ പറയുന്നു. ഒരു കുട്ടി ഫാൻ ഇടുന്നു. ഇത് ആക്ച്വലി ഒരു സ്റ്റാൻഡേർഡ് അപ്രോച്ച് തന്നെയാണ്. പക്ഷേ കുട്ടികൾ കുറച്ചതിലും ഡീപ്പായിട്ട് ആലോചിക്കുകയാണ്. എന്തുകൊണ്ട് ഈ റൂം മാത്രം ചൂടാകുന്നു, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ റൂമിൽ ഇത്രയും ചൂടുകളുണ്ടോ, വെന്റിലേഷൻ ശരിയാണോ, ഫാൻ ഇട്ടാൽ ശരിക്കും എയർ സർക്കുലേഷൻസ് നടക്കുന്നുണ്ടോ, നമുക്ക് വിൻഡോ കർട്ടൻസ് മാറ്റിയാൽ ടെമ്പറേച്ചർ കുറയുമോ, ഒരു ലോ കോസ്റ്റ് ഓൾട്ടർനേറ്റീവ്സ് ഇതിന് നമുക്ക് വെക്കാൻ പറ്റുമോ. അപ്പോൾ ഈ ഡിസ്കംഫർട്ട് എന്ന് പറയുന്നത് ഒരു സയൻറ്റിഫിക് പ്രോബ്ലമായിട്ടും ഒരു ഡിസൈൻ പ്രോബ്ലമായിട്ടും ഒരു എഞ്ചിനീയറിംഗ് പ്രോബ്ലമായിട്ടും അല്ലെങ്കിൽ ഒരു ചലഞ്ചായിട്ടും കുട്ടി കാണുന്ന ഒരു രീതിയിലേക്കാണ് നമ്മൾ ഒമിനി റൂട്ട്സിൻ്റെ കരിക്കുലം ബിൽഡ് ചെയ്തിട്ടുള്ളത്. അത് ഏറ്റവും എളുപ്പത്തിൽ പറയുന്നൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഒമിനി റൂട്ട്സ് കുട്ടികളെ റിയൽ ലൈഫ് പ്രോബ്ലംസ് എഞ്ചിനീയറിംഗ് കണ്ണിലൂടെ കാണാൻ പഠിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണോ ആക്ച്വലി? ഒമിനി റൂട്ട്സിൻ്റെ ലേണിംഗ് തുടങ്ങുന്നത് തന്നെ സ്ക്രീനിലല്ല, കുട്ടികൾ ദിവസം കാണുന്ന ലോകത്തിൽ നിന്നാണ്. അവരുടെ ക്ലാസ് റൂമിലുള്ള മറ്റ് സിലബസിൽ നിന്നുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ട് അതുകൂടി ഇംപ്ലിമെൻ്റ് ചെയ്ത രീതിയിലാണ്. നമുക്ക് മാത്സ് ഉണ്ട്, സയൻസ് പഠിക്കാനുണ്ട്, ബയോളജി ഉണ്ട്, അങ്ങനെ എല്ലാ മേഖലകളും ഉണ്ട്. ഇതിൽ നിന്നെല്ലാം ബ്ലെൻഡായിട്ടുള്ള, അതിൽ നിന്നെല്ലാം കൂടി ഒരുമിച്ച് ഒരു പ്രാക്ടിക്കൽ ലേണിംഗ് കൂടി ചേർന്നിട്ടുള്ളൊരു മെത്തേഡാണ് ഒമിനി റൂട്ട്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ പല പ്രോബ്ലംസും, സാധാരണ കാണുന്ന പല പ്രോബ്ലംസും ഒരു സയൻറ്റിഫിക് പ്രോസസ്സിലേക്ക് കുട്ടി ആലോചിക്കാൻ തുടങ്ങുന്നതെന്നാണ് ഒമിനി റൂട്ട്സിൻ്റെ പഠനവും തുടങ്ങുന്നത്. അപ്പോൾ ഒമിനി റൂട്ട്സ് കോഡിംഗ് ഫസ്റ്റ് അല്ല, റൈറ്റ്? തിങ്കിങ് ആണ് ഫസ്റ്റ്. അതാണോ ഒമിനി റൂട്ട്സിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്? ട്രൂ. ഇതൊരു കോഡിംഗ് ഫസ്റ്റ് അപ്രോച്ച് പലപ്പോഴും ആക്ച്വലി കുട്ടികളെ സിൻടാക്സുകളിലേക്ക് മാത്രം അല്ലെങ്കിൽ കീവേഡ്സുകളിലേക്ക് മാത്രം കൊണ്ടുപോകും. പക്ഷേ തിങ്കിങ് ഫസ്റ്റ് അപ്രോച്ച് എന്നുള്ള രീതിയിൽ കുട്ടികളെ ഒബ്സർവേഷൻ, ലോജിക്, കോസ് ആൻഡ് എഫക്റ്റ്, സിസ്റ്റം ഡിസൈൻ, ടെസ്റ്റിംഗ്, ഡീബഗിങ്, ഇംപ്രൂവ്മെൻറ്റ്, ഇങ്ങനെയുള്ള വളരെ റിക്വയർഡ് ആയിട്ടുള്ള പ്രാക്ടിക്കലി പോകേണ്ട ചില കാര്യങ്ങളിലേക്ക് നമ്മൾ കുട്ടികളെ കൊണ്ടുപോകും. കോഡിംഗ് പിന്നെ വരാം, റോബോട്ടിക്സ് നമുക്ക് പിന്നെ പഠിക്കാം, AI പിന്നെ പഠിക്കാം. പക്ഷെ ആദ്യം കുട്ടി ചോദിക്കാൻ പഠിക്കണം, ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കണം, സ്വയം ചോദിക്കാൻ പഠിക്കണം, മറ്റുള്ളവരോട് ചോദിക്കാൻ പഠിക്കണം, നല്ലൊരു ലിസണർ ആവണം. ആ കുട്ടി പല കാര്യങ്ങളും ഒബ്സർവ് ചെയ്യാൻ പഠിക്കണം. അങ്ങനെ ഒരു പ്രോബ്ലം വളരെ ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് പഠിച്ച് അതിൽ നിന്നും ഉത്തരങ്ങൾ സ്വയം കണ്ടെത്താൻ പഠിക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ കരിക്കുലം ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇന്ന് പല സ്കൂൾസിലും നമുക്കറിയാം റോബോട്ടിക്സ് വർക്ക്ഷോപ്സുകൾ, അതുപോലെ STEM ഡേയ്സ്, ആക്ടിവിറ്റി ബേസ്ഡ് പ്രോഗ്രാംസ് ഉണ്ടല്ലോ. സോ ഒമിനി റൂട്ട്സ് അതിൽ നിന്ന് എങ്ങനെയാണ് ഉയർത്തി നിൽക്കുന്നത് ഇവയുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത്? ചില വർക്ക്ഷോപ്പുകൾ കുട്ടികൾക്ക് എക്സൈറ്റ്മെൻറ്റ് നൽകും.
പക്ഷേ ആ എക്സൈറ്റ്മെൻറ്റോട് മാത്രം നമുക്ക് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റില്ല. ഒരു റോബോട്ട് അസംബിൾ ചെയ്തു, ഒരു ഫോട്ടോ എടുത്തു, നെക്സ്റ്റ് ഡേ അത് പൂർണ്ണമായിട്ടും അത് ഉണ്ടാക്കിയത് എന്തിനാണെന്നും എങ്ങനെ ഉണ്ടാക്കിയതെന്നും പലപ്പോഴും കുട്ടി മറന്നു പോയിട്ടുണ്ടാവും. അത് ആക്ച്വലി ഒരു റിയൽ ലേണിംഗേ അല്ല. അപ്പോൾ ഒമ്നി റോഡ്സ് ഒരു 1 day വർക്ക്ഷോപ്പ് അല്ല, അതൊരു ഹോബി ക്ലബ് അല്ല, കിഡ് ബേസ്ഡ് ആക്ടിവിറ്റി പ്രോഗ്രാമും അല്ല. ഇത് 8 to 10 years മുന്നോട്ട് കൊണ്ടുപോകുന്ന 8 to 10 yearsലുള്ള ഒരു സ്ട്രക്ചേർഡ് എഞ്ചിനീയറിംഗ് ബേസ്ഡ് കരിക്കുലമാണ്, ബേസ്ഡ് ഓൺ ദി കറൻറ്റ് അക്കാഡമിക് കരിക്കുലം ഇറ്റ്സെൽഫ്. സോ ഗ്രേഡ് 3 മുതൽ 10 വരെ ക്ലാസ് ബൈ ക്ലാസ്, ഇയർ ബൈ ഇയർ കുട്ടികളുടെ തിങ്കിങ് ഡെപ്ത് വളരെ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുള്ളൊരു ഇന്നോവേഷൻ പൈപ്പ് ലൈൻ ആയിട്ടാണ് നമ്മൾ ഈ കരിക്കുലം ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് സ്കൂൾ ടൈം ടേബിളിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു പ്രോഗ്രാമാണോ ആക്ച്വലി ഒമ്നി റൂട്ട്സ് എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും ഒമ്നി റൂട്ട്സ് സ്കൂൾ ടൈം ടേബിളിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. ഒരു എക്സ്ട്രാ ബേർഡൻ അല്ല, ഒരു സൈഡ് ആക്ടിവിറ്റി ആയിട്ടല്ല, പ്രോപ്പറായിട്ട് അക്കാഡമിക് പാത്വേ ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്തതാണ്. ഓരോ വർഷവും 36 ക്ലാസ്സസ്, സ്ട്രക്ചേർഡ് സിലബസ്, ഹാൻഡ് ബുക്ക്, എക്സിക്യൂഷൻ പ്ലാൻ, സ്റ്റഡി മെറ്റീരിയൽ, ഈവൻ ദ ഹോം വർക്ക്സ് ആർ ആക്ച്വലി മെറ്റിക്കുലസ്ലി ഡിസൈൻഡ് സോ ദാറ്റ് ഒരു 3 വർഷം 2 വർഷം കഴിയുമ്പോഴേക്കും കുട്ടി ഏത് ഏരിയകളിലാണ് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് ഒരു ഡാറ്റ ഡ്രിവൺ അപ്രോച്ചിലേക്ക് നമുക്ക് ഒരു ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം കൂടി ഉൾപ്പെട്ടിട്ടുള്ളൊരു സിസ്റ്റമാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു ഷെൽഫിൽ വെക്കാൻ പറ്റിയിട്ടുള്ള കിറ്റുകൾ മാത്രമല്ല, സ്കൂളിലേക്ക് സിസ്റ്റമാറ്റിക്കലി റൺ ചെയ്യാനുള്ളൊരു കരിക്കുലമായിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് ആൻഡ് AI എന്ന് പറയുന്ന പുതിയ അപ്രോച്ച് CBSE കൊണ്ടുവന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിന് എങ്ങനെയാണോ പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് അതായിട്ടാണ് ശരിക്കും ഞങ്ങളുടെ കരിക്കുലം ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതാണ് സത്യം. ഈ കരിക്കുലം എഡ്യൂക്കേറ്റേഴ്സ് അല്ല, എഞ്ചിനീയേഴ്സ് ആണ് ബിൽഡ് ചെയ്യുന്നത് നിങ്ങൾ പറയാറുണ്ട് എപ്പോഴും. അത് എന്തുകൊണ്ടാണ്? അത്ര ഇമ്പോർട്ടൻ്റ് ആണോ അത് ആക്ച്വലി? കാരണം ബേസിക്കലി ഒമ്നി റൂട്ട്സിൻ്റെ DNA തന്നെ അത് എഞ്ചിനീയറിംഗ് ആണ്. കാരണം വി ഹാവ് എ പ്രൊഡക്റ്റ് ഡിസൈൻ കമ്പനി കോൾ കമ്പനി ടെക്. ഞങ്ങൾ ഈ പല മേഖലകളിലും IoT, റോബോട്ടിക്സ്, മെഡ്ടെക് ഇന്ന മേഖലകളിൽ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. അതിൽ പല മേഖലകളിലുള്ള എഞ്ചിനീയേഴ്സ് കൂടി അടങ്ങുന്ന ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ഫേം ഈ കരിക്കുലത്തിൻ്റെ പിറകിലുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിതൊരു എഞ്ചിനീയറിംഗ് DNA ഉള്ള ഒരു കരിക്കുലമാണ് എന്ന് പറയാൻ തന്നെ കാരണം. അവിടെ സക്സസ്ഫുള്ളായിട്ട് എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളൊരു കരിക്കുലവും ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫോർമുലാസ് മെമ്മറൈസ് ചെയ്യുക എന്നുള്ളതല്ല, പ്രോബ്ലം കണ്ടാൽ സിസ്റ്റംസ് ആയി ചിന്തിക്കുന്നവർ ആയിട്ടാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഫെയിലായാൽ ഡീബഗ് ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും, ഇമ്പ്രൂവ് ചെയ്യാൻ അറിയുന്നവരാണ്. ആ റിയൽ എഞ്ചിനീയറിംഗ് തിങ്കിങ് ആണ് കുട്ടികൾക്ക് ക്ലാസ് റൂം ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നമ്മളിവിടെ ശ്രമിച്ചിട്ടുള്ളത്. പേരൻസിനോട് പറയേണ്ടി വന്നാൽ ഒമ്നി റൂട്ട്സ് അവരുടെ കുട്ടിക്ക് ആക്ച്വലി എന്താണൊരു ഫ്യൂച്ചറായിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി ഞാൻ പാരൻസിനോട് പറയുന്നത് വളരെ സിമ്പിളാണ്. ഒമ്നി റൂട്ട്സ് നിങ്ങളുടെ കുട്ടിയെ എഞ്ചിനീയർ ആക്കാൻ മാത്രമുള്ളൊരു പ്രോഗ്രാമൊന്നും അല്ല. അങ്ങനെ ആയിട്ട് നമുക്കതിനെ ഡിസൈൻ ചെയ്യാനും പറ്റില്ല. പക്ഷേ നിങ്ങളുടെ കുട്ടി ഏത് ഫീൽഡിലേക്ക് പോയാലും പ്രോബ്ലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പേടിക്കാതെ ചിന്തിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. മെഡിസിൻ ആയാലും ബിസിനസ് ആയാലും ഡിസൈനിങ് ആയാലും അഗ്രികൾച്ചർ ആയാലും ഈവൻ AI റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡുകളാണെങ്കിൽ പോലും ഫ്യൂച്ചറിലേക്ക് മുന്നോട്ട് പോകുന്നത് ഒരു പ്രോബ്ലം സോൾവിങ് മൈൻഡ് സെറ്റുള്ള ഒരു കുട്ടി മാത്രമാണ്. അങ്ങനെയുള്ളൊരു കുട്ടികളുടെ എൻവയോൺമെൻറ്റ് ഉണ്ടാക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശം. താങ്കൾ എപ്പോഴും ഫെയിലിയറിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, റൈറ്റ്? സോ ഒമ്നി റൂട്ട്സിൽ ഫെയിലിയറിനെ എങ്ങനെയാണ് ഒമ്നി റൂട്ട്സ് കാണുന്നത്? സ്കൂളിൽ പലപ്പോഴും ആ വാക്ക് ഫെയിലിയർ എന്നുള്ള വാക്ക് ഒരു നെഗറ്റീവാണ്. പക്ഷേ എഞ്ചിനീയറിങ്ങിൽ ഫെയിലിയർ ഈസ് എ ഡാറ്റ. ഒരു ഐഡിയ വർക്ക് ചെയ്തില്ലെങ്കിൽ ആ കുട്ടിയുടെ തോൽവിയായിട്ട് അതിനെ കാണാൻ പറ്റില്ല. പക്ഷേ അതൊരു ഫീഡ്ബാക്കായിട്ട് കണക്കൂട്ടാം. എന്തുകൊണ്ട് വർക്കായില്ല, എന്തു മാറ്റം വരുത്തണം, വീണ്ടും ടെസ്റ്റ് ചെയ്യണോ, വീണ്ടും റീഡിസൈൻ ചെയ്യണമോ, ഒന്നും കൂടി ട്രൈ ചെയ്താൽ മതിയോ? ഈ മൈൻഡ് സെറ്റ് കുട്ടികൾക്ക് ഏർലി ഏജിൽ കിട്ടിയാൽ അവർക്ക് ആക്ച്വലി ഉണ്ടാവുന്ന കോൺഫിഡൻസ് വളരെ വലുതാണ്. അവർക്ക് എനിക്കറിയില്ല എന്നതിൽ നിന്ന് ഐ വിൽ ട്രൈ എന്ന് മൈൻഡ് സെറ്റിലേക്ക് തിരിച്ചു വരും. അങ്ങനെയുള്ളൊരു ലാബ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഒരു കരിക്കുലം ബേസ് ചെയ്തിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതായത് ഒമ്നി റൂട്ട്സ് ഒരു സ്കിൽ പ്രോഗ്രാം മാത്രമല്ല, ഒരു മൈൻഡ് സെറ്റ് പ്രോഗ്രാം കൂടിയാണ്, റൈറ്റ്? തീർച്ചയായിട്ടും. സ്കിൽ മാത്രം പഠിപ്പിച്ചാൽ അതൊരു ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറും. ഒരു ടൂൾ പോപ്പുലറാണ്, നാളെ മറ്റൊന്നത് വരും. അങ്ങനെ നമ്മൾ കുറേ ടൂളുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്.
അപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ അതേപോലെ തന്നെ മാറും, AI ടൂളുകൾ മാറും, ചിലപ്പോൾ ഹാർഡ്വെയറുകൾ തന്നെ മാറും. പക്ഷേ തിങ്കിങ് എന്നുള്ളത് ഒരു ഔട്ട്ഡേറ്റഡ് ആവുന്നൊരു പ്രോസസ്സേ അല്ല. ക്യൂരിയോസിറ്റി, ക്ലാരിറ്റി, ലോജിക്, ഡീബഗിങ്, ഐട്രേഷൻ, കറേജ് ടു എക്സ്പെരിമെൻറ്റ്, ഇതാണ് ആക്ച്വലി ഒമ്നി റൂട്ട്സ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ കുട്ടികൾ ടെക്നോളജി യൂസേഴ്സാണ്, റൈറ്റ്? ആയി വളർന്നു വരുന്നൊരു ടൈമാണ് എന്ന് നിങ്ങൾ എപ്പോഴും പറയാറുണ്ട്. സോ അത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാവോ ആക്ച്വലി? ഇന്നത്തെ കുട്ടികൾ ആക്ച്വലി ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, വളരെ ഭംഗിയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ആപ്പുകൾ വളരെ ഭംഗിയായിട്ട് യൂസ് ചെയ്യുന്നു, AI യൂസ് ചെയ്യുന്നു. പക്ഷേ അവർ ടെക്നോളജിയുടെ ഇൻസൈഡ് ലോജിക്ക് എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതിൽ നമ്മൾ ശ്രമിക്കേണ്ടിയിരിക്കുന്നുണ്ട്. പല കുട്ടികളും മിടുക്കരാണ്, അവരുടെ അറിവ് നമുക്ക് അളക്കാനും ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്നാലും പലരും ഒരു യൂസർ ലെവലിൽ മാത്രം നിൽക്കുന്നു എന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ ഒമ്നി റൂട്ട്സിൻ്റെ ലക്ഷ്യം കുട്ടികളെ യൂസേഴ്സിൽ നിന്നും ക്രിയേറ്റേഴ്സ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടെക്നോളജി കൺസ്യൂം ചെയ്യുന്നൊരു തലമുറ മാത്രമായിട്ട് നമ്മൾ ഉണ്ടാക്കിയാൽ പോരാ. ടെക്നോളജി മനസ്സിലാക്കുന്ന, ക്വസ്റ്റ്യൻ ചെയ്യുന്ന, ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു തലമുറയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ക്യൂരിയസ് ആയ ചോദ്യം, ഒരു വൺ ലൈനിൽ പറഞ്ഞാൽ ആക്ച്വലി ഒമ്നി റൂട്ട്സ് എന്താണ്? ആക്ച്വലി വാട്ട് ഈസ് ഒമ്നി റൂട്ട്സ്? വൺ ലൈനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒമ്നി റൂട്ട്സ് ഇസ് നോട്ട് എ റോബോട്ടിക് കിറ്റ് കമ്പനി. ഇറ്റ്സ് നോട്ട് എ വൺ ഡേ വർക്ക്ഷോപ്പ്. ഇറ്റ്സ് എൻ എഞ്ചിനീയറിംഗ് തിങ്കിങ് കരിക്കുലം. കൺവെൻഷണൽ എഡ്ടെക് കുട്ടികളെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കും. കമ്മ്യൂണിസ്റ്റ് കുട്ടിയെ ഒരു തിങ്കിങ് ആർക്കിടെക്ചർ ബിൽഡ് ചെയ്യാനാണ് ആക്ച്വലി ശ്രമിക്കുന്നത്. അവസാനമായി സ്കൂൾസ് അല്ലെങ്കിൽ പാരൻസിനും എൻ്റെ ഒരു മെസ്സേജ് പറയാമോ? തീർച്ചയായിട്ടും. ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ എന്നത് കൂടുതൽ സ്ക്രീൻ ടൈം കൂട്ടുന്നതുകൊണ്ട് നമുക്ക് കിട്ടില്ല, കൂടുതൽ ആപ്പുകൾ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടില്ല. അതെല്ലാം കുറേ ബസ് വേർഡ്സ് ആണെന്ന് പലർക്കും അറിയാം. ഇപ്പോൾ ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ എന്നത് കുട്ടിക്കൊരു അൺനോൺ പ്രോബ്ലം കണ്ടാൽ ഒബ്സർവ് ചെയ്യാൻ അതിനുള്ള മനസ്സ് വരിക, ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള മനസ്സ് വരിക, അതിനെ പല ചെറിയ കഷ്ണങ്ങളായിട്ട് ബ്രേക്ക് ചെയ്യുക, സൊല്യൂഷൻ ഇമാജിൻ ചെയ്യാൻ പറ്റുക, അതിന്ന് ചില ടെസ്റ്റുകൾ നടത്തുക, ഡീബഗ് ചെയ്യുക, എക്സ്പെരിമെൻ്റ് ചെയ്യുക, അതിന്ന് ഇംപ്രൊവൈസ് ചെയ്തിട്ട് സൊല്യൂഷൻ കണ്ടെത്തുക. ഇങ്ങനെയുള്ളൊരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ സ്കൂളുകളിൽ നിന്നും ക്രിയേറ്റീവായിട്ടുള്ള കുട്ടികൾ പുറത്തേക്ക് വരുള്ളൂ. നമ്മുടെ എക്സിസ്റ്റിംഗ് കരിക്കുലത്തിൽ നിന്നും സ്കില്ലുമായിട്ടായാലും കുട്ടിയുടെ ക്രിയേറ്റീവ് തിങ്കിങ് പ്രോസസ്സ് ആയാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്കൊരു ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലം വേണം. ആ സ്ഥലമാണ് ആക്ച്വലി നമ്മൾ ഒമ്നി റൂട്ട്സ് വഴി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ വ്യൂവേഴ്സ്, താങ്ക് യു. സോ നിങ്ങളുടെ വിലയേറിയ കോമൻസുകൾ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഞങ്ങളെ ഫോളോ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻ കേസ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ comment there. So we'll look into it and get back to you with your future podcast. Thank you. Thanks a lot. Thank you, Srikanth. Thank you.